തൃശൂർ മതിലകം കോളിമുട്ടം സ്വദേശിയായ സാജൻ സിഗ്നേച്ചർ സ്വന്തം ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. ആഗ്രഹങ്ങൾ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നതല്ലെന്നാണ് സാജന്റെ പക്ഷം. താനുണ്ടാക്കുന്ന പപ്പടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന സാജന്റെ മാർക്കറ്റിംഗിലെ തനത് ശൈലിയാണ് ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു പാക്കറ്റ് പപ്പടം വാങ്ങുമോ എന്ന് അപേക്ഷിക്കുന്നതിന് പകരം ഉപഭോക്താവിനെ മാന്യമായി ഡീൽ ചെയ്യുന്നതാണ് സാജന്റെ രീതി. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ബിസിയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തേ, ക്ഷമിക്കണേ. ഒരു മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. സാറേ, ഒരു പേര് പപ്പടം എടുത്തൂടെ? ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ശീലിച്ച രീതിയാണ് താൻ ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് 35-കാരൻ സാജൻ പറയുന്നു. ഏതു തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് സാജൻ തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഒരപകടത്തെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സാജൻ പപ്പട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. ഉപഭോക്താക്കളെ മാന്യമായി സമീപിച്ച് അവരുടെ ശ്രദ്ധയാകർഷിക്കുന്നതിലൂടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് സാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. വർക്ക് ചെയ്തിട്ടുണ്ട് മെഡിസിൻ കമ്പനിയിൽ, പാക്കിംഗ് സെക്ഷനിൽ. അപ്പോൾ അവിടെ നമ്മൾ ഈ കസ്റ്റമറായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ബ്രാഞ്ച് തിരുവല്ലയിലായിരുന്നു. അപ്പോൾ തിരുവല്ലയിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലറൊക്കെ ചെയ്ത് അപ്പോൾ ആ സ്റ്റൈൽ അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് ഗുണമുണ്ടോ ഈ കച്ചവടത്തിൽ? കച്ചവടത്തിൽ കാരണം കൂടുതൽ ആൾക്കാർ പറയാറുണ്ട് സാധാ കച്ചവടം ചെയ്യണ പോലെയല്ല, വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചില ആൾക്കാർ എൻ്റെ സംസാരം കേട്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് തന്നെ. മകൻ അലങ്കൃതിന്റെ വിളിപ്പേരായ അല്ലൂസാണ് പപ്പടത്തിന്റെ ബ്രാൻഡ് നെയിമായിട്ട് സാജൻ നൽകിയിരിക്കുന്നത്. ജനം, തൃശൂർ.